വീടിന് ചുറ്റും വെള്ളം കയറി കിടക്കുകയാണ്. 2026 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം. അതിന് 2018 വെള്ളപ്പൊക്കത്തിന്റെ അടുത്ത് അത്രയും തന്നെ വെള്ളം വന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് അത് തന്നെ ആ അളവിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അത്രയും ഭീകരമായ വെള്ളപ്പൊക്കമാണ്. ഇപ്പോൾ ഈ നാട്ടിൽ മുഴുവൻ ഇങ്ങനെ വെള്ളപ്പൊക്കം. ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ വീട്ടിലെ കാഴ്ചയാണ്. വീട്ടിനകത്തോട്ട് കയറുന്നില്ല, വീടിന് ചുറ്റും അകത്ത് വെട്ടക്കുറവായിട്ട് അങ്ങോട്ട് കയറുന്നില്ല. വീടിന് ചുറ്റുമുള്ള ഒരു അവസ്ഥയാണ്. കണ്ടില്ലേ, ഇത്രയും ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. നീന്തുന്ന വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം വെള്ളം ചുറ്റുവട്ടത്തെല്ലാം ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെയുള്ള ഒട്ടുമുക്ക എല്ലാ പറമ്പിലും ഇങ്ങനെ വെള്ളം കയറി കിടപ്പുണ്ട്. എല്ലാ പറമ്പിലും. അതപ്പോൾ നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. മാവേന്ന് വീണ മാവേന്ന് വീണ മാവേ കയറി കണ്ട ഭാഷണിലോട്ട് താഴെ വീണുണ്ട്. പാത്രങ്ങളൊക്കെ ഞങ്ങൾ പൊക്കി വെച്ചിരിക്കുക. എല്ലാം ഒഴുകിപ്പോവും. ചെടികളൊക്കെ എല്ലാം ചട്ടിക്കകത്തെല്ലാം വെള്ളം കയറി കുളമായി. ഇനിയിപ്പോൾ അതെല്ലാം കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാ സാധനവും എടുത്ത് പൊക്കി വെച്ച് നേരത്തെ വെള്ളം വന്നപ്പോൾ തന്നെ വീടിന് ചുറ്റുമുള്ള അവസ്ഥ ഇതാണ്. ഈ പ്രദേശം മൊത്തം ഇങ്ങനെ വെള്ളം കയറി കിടക്കും. അങ്ങോട്ട് മാറിയ അവിടെ ഇത് തന്നെയാണ്. ഇതുപോലെ തന്നെ വെള്ളം കയറി കിടക്കും എല്ലാ സ്ഥലത്തും. ഇല്ലല്ലേ, അപ്പുറത്തെ വീട്ടിനകത്ത് എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. ഇപ്പൊ വഴിയാണ്, വഴി കൂടെ പോകാൻ തന്നെ പാടാണ്. അത്രയും നന്നായിട്ട് വെള്ളമുണ്ട് ഇതിലേക്ക്. ഇത് വഴിയാണ്. ഇതിപ്പോ പക്ഷേ വഴിയാണ് തോടാന്നറിയാൻ പറ്റാത്ത പക്ഷേ എത്രയും വെള്ളം കയറി കിടപ്പുണ്ട്. എല്ലാ വീട്ടിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ആ വീട്ടിലെല്ലാം വെള്ളം കയറി കിടക്കും.